ബ്രസ്റ്റ് മിൽക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കൂ. ഹായ്, ഞാൻ ഡോക്ടർ അസിയ മെഹറിൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് കേർഡ് ആണ്. പാലും തൈരും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യവും പ്രോട്ടീനും പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഇതിൽ മീറ്റ്, ഫിഷ്, എഗ്ഗ് ഇവയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് സീഡ്സ് ആണ്, അതായത് ഉലുവ നമ്മൾ രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ആ വെള്ളം രാവിലെ കുടിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസിൽ ഉലുവ ആഡ് ചെയ്യുന്നതോ നല്ലതാണ്. ഉലുവ ഡയറക്റ്റ് ആയിട്ട് മിൽക്ക് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫെനൽ സീഡ്സ് ആണ്, അതായത് ജീരകം നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് കുടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്ന ഓട്സ് ആണ്. നമുക്ക് ഓട്സ് കഞ്ഞിയായിട്ടോ ഓവർനൈറ്റ് ഓട്സ് ആയിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് റാഗിയാണ്. റാഗി നമുക്ക് കുറുക്ക് രൂപത്തിലോ ദോശയായിട്ടോ എല്ലാം എടുക്കാവുന്നതാണ്. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം പ്രൊവൈഡ് ചെയ്യും. സെവൻത്ത് എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് മിൽക്ക് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇലക്കറികളും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. എയ്ത്ത് വൺ എന്ന് പറയുന്ന വാട്ടർ ഇൻടേക്ക് ആണ്. നമ്മൾ ആവശ്യത്തിന് ഫ്ലൂയിഡ്സ് ഇൻടേക്ക് കൂട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 liters ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണം. സേവ് ദിസ് ഫോർ ലേറ്റർ.